പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ഇന്ന് രാവിലെ 11:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തും. ഹെലികോപ്റ്റർ മാർഗം നാവിക ആസ്ഥാനത്തേക്ക് അദ്ദേഹം പോകും. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ധീവരസഭ സുവർണ ജൂബിലി ആഘോഷത്തിനും NDAയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കും പ്രധാനമന്ത്രി ആതിഥ്യമരുളും. KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരും. അതേപോലെ റോഡ് ഷോയുടെ വിവരങ്ങളുമായി വിപിൻ സി വിജയനും ചേരും. ആദ്യം KR ഗോപികൃഷ്ണനിലേക്ക്. ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ 3 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ വരവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് തുടക്കം കുറിക്കുകയും NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയുമാണ് പ്രധാനമന്ത്രിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതോടൊപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതിൽ റെയിൽവേയുടെ പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ BPCL പദ്ധതികളുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. ഇതിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇവിടെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന പവലിയനിൽ അദ്ദേഹം നിർവഹിക്കും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി NDAയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന BJPയുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും എന്നതാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ 5 ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. അതിൽ സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര, വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി അടക്കമുള്ള 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരുന്നു. അതിന് മറുപടിയായി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഈ പ്രകടന പത്രികയിൽ എന്തൊക്കെ പദ്ധതികൾ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നതിലാണ് ആകാംക്ഷയുള്ളത്. ജനുവരി 23-നാണ് പ്രധാനമന്ത്രി ഇതിനു മുൻപ് കേരളത്തിൽ വന്നത്. അന്ന് തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുക്കിയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അന്ന് അദ്ദേഹം പറഞ്ഞത് അഹമ്മദാബാദിൽ കണ്ടു തുടങ്ങിയ മാറ്റം കേരളത്തിലും വീശി തുടങ്ങിയിരിക്കുന്നു. ഇനി കേരളത്തിൽ മാറ്റത്തിന്റെ കാലമാണ് വരാൻ പോകുന്നത്. ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരാനും മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം അന്ന് പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ 2ാം വരവിന്റെ പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം എക്സ്പോസ്റ്റിൽ പ്രധാനമന്ത്രി കുറിച്ചത് ദുർഭരണവും കൊള്ളയുമാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിലെ ഇരു മുന്നണികളെയും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ വേദിയിൽ NDAയുടെ കൺവെൻഷന് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിൽ കേരളത്തിൽ ഇരു മുന്നണികൾക്ക് നേരെയും വിമർശനങ്ങൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഏതൊക്കെ വിവാദ വിഷയങ്ങളായിരിക്കും BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങളിൽ BJP സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും, അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയുടെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നു. പ്രധാനമന്ത്രി നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 11:45 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹം റോഡ് ഷോ ആയിട്ടാണ് മറൈൻ ഡ്രൈവിലേക്ക് എത്തുക. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോ ആണ് ഉണ്ടാവുക. അതിനുശേഷം മറൈൻ ഡ്രൈവിലാണ് ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം ഏതാണ്ട് 2:15 കൂടിയാണ് അദ്ദേഹം കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. ഇവിടെയാണ് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നടക്കാൻ പോകുന്നത്. തൊട്ട് ഈ ചേർന്ന് തന്നെ നിൽക്കുന്ന വേദിയിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പോകുന്നത്. NDAയുടെ കൺവീനർ അടക്കമുള്ള പ്രധാനപ്പെട്ട NDA നേതാക്കളൊക്കെ തന്നെ ഈ വേദിയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനോടകം തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. തന്നെ അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതര മുന്നണികളിലെ അല്ലെങ്കിൽ പാർട്ടികളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദവും കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. KR ഗോപികൃഷ്ണനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ചുള്ള കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.